സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് ഇന്ന് ജയറാമിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഡിയും കാര്യങ്ങളൊക്കെ വന്ന് ചോദ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറെ കുറച്ച് ന്യൂസും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ എന്തായാലും ആ വീഡിയോയിൽ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്തായാലും നമുക്ക് ശബരിമല വിഷയത്തിലാണ് ജയറാമിനെ ചോദ്യം ചെയ്ത കുറച്ച് കാര്യങ്ങളും പിന്നെ 3 മാസം മുമ്പ് ജയറാം ഈ പറയുന്ന പോറ്റിയായിട്ട് ഉള്ള ബന്ധത്തിനെ കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് വോയിസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് സംസാരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് കേരളത്തിൽ, അതായത് ഇന്നത്തെ ഡേറ്റ് 30ആണ്. ഇന്ന് 30-ാം തീയതി വലിയ കോണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ന്യൂസുകാർക്ക് എടുത്തിട്ട് അലക്കാൻ മാത്രമായിട്ടുള്ള ഒരു വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ ജയറാമിൻ്റെ വിഷയം എടുത്തിട്ടത്. ജയറാമാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ജയറാമാണോ? ജയറാമെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ജയറാം ഇവിടെ ഒരു വിഷയമാണ്. ഇവിടെ കൊണ്ടുപോയ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പൂജിച്ചു. ഇതിപ്പോൾ ആറ് ഭാഗത്താണ് തെറ്റ്? നിങ്ങൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനിപ്പോൾ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നു, അന്വേഷണം നടക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറം തെറ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അവരുടെ അടുത്തോട്ട് എന്തുകൊണ്ട് പോകുന്നില്ല? ഇതിപ്പോൾ ജയറാമിലോട്ട് വിട്ടതാണ്. സത്യം പറഞ്ഞാൽ ഉന്നത നേതാക്കന്മാരൊക്കെ ഇത് പെടാൻ കിടക്കുന്നതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇന്നലത്തോടെ അത് അണയുകയും ചെയ്യും. ഇനിയിപ്പം എന്തെങ്കിലും വീണ്ടും കറങ്ങി തിരിഞ്ഞ് ശബരിമല വിഷയത്തിലോട്ട് വരുമ്പോൾ ഇതുപോലുള്ള ജയറാമോ കൊച്ചു ആൾക്കാരിലോട്ടൊക്കെ ശ്രദ്ധ വിടും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ കള്ളന്മാർ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ് ഇവിടെ. വലിയ വലിയ നേതാക്കന്മാർ ഇപ്പോഴും ഇവിടെ ഒളിച്ചിരിക്കുകയാണെന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂസ് ഒന്ന് വെക്കാം. ഇന്നത്തെ ന്യൂസ് തന്നെ വെച്ചിട്ട് നമുക്ക് ആ ജയറാമിന്റെ വോയിസിലോട്ടൊന്ന് പോവാം. സന്നിധാനത്തുള്ള ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന കട്ടിളപ്പാളിയും ദ്വാരപാലക പാളികളും സന്നിധാനത്ത് നിന്ന് ഇളക്കി ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജ ചെയ്തതും അതിനുശേഷം ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ ഓഫീസിൽ പൂജിക്കുന്ന സമയത്ത് അവിടെയും ജയറാം എത്തി പൂജിക്കുന്നതും ജയറാമിനോടൊപ്പം മറ്റു ചില പ്രമുഖരും തമിഴ്നാട്ടിലെ മറ്റു ചില പ്രമുഖരും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പിന്നീട് ജയറാം നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ജയറാം പറയുന്നത് അന്ന് ഇങ്ങനെ പൂർത്തി അറിയിച്ചതനുസരിച്ച് താൻ അവിടെ പോയി അതിനുശേഷം പോകുന്ന വഴിയിൽ അത് വീട്ടിലൊന്ന് കൊണ്ടുവച്ച് പൂജിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ താൻ അനുവാദം നൽകുകയായിരുന്നു എന്നാണ്. പക്ഷേ നമ്മൾക്ക് വ്യക്തമായ ചിത്രങ്ങൾ അങ്ങനെയല്ല. വീട്ടിലെത്തി എല്ലാവരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആ പൂജകൾ നടന്നത്. ഇപ്പോൾ ആ ജയറാമിനെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു SIT എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോറ്റിയുമായി ശബരിമലയിൽ നിന്നാണ് ബന്ധം തുടങ്ങിയതെന്നാണ് അന്ന് ജയറാം നമുക്ക് നൽകിയത്. ആ മൊഴി തന്നെയാണ് SITയോടും ആവർത്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോറ്റി പലതവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ജയറാം അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ആ ദൃശ്യങ്ങളും ആ വാർത്തയും ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ദ്വാരപാലക ശില്പപാളികൾ പൂജിക്കുന്നത്, കട്ടളപ്പാളികൾ പൂജിക്കുന്നത്, സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ വെച്ച് പൂജിക്കുമ്പോൾ നടൻ ജയറാമിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിടുന്നത് റിപ്പോർട്ടർ TVയാണ്. വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നതും ഈ സ്വർണ്ണക്കൊള്ളയുടെ ആഴം പ്രേക്ഷകർക്കും ജയറാം ഒരു ഭക്തനാണ്. അമ്പലം വിട്ടുള്ള കളിയില്ല അദ്ദേഹത്തിന്. കൊട്ട്, അമ്പലം, ദൈവം, ഇത് ആ ഒരു ചിന്ത മാത്രമായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അതിൽ കൂടെ പോയപ്പം അദ്ദേഹത്തിന് എന്താ പറയണ്ടേ, ശബരിമല പോലൊരു അമ്പലത്തിലെ ഒന്ന് ആലോചിച്ച് നോക്കി, അതൊന്ന് പൂജിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്നത്തെ ചർച്ച മൊത്തം അതിലോട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം മറ്റേ ഡോക്ടർ മരിച്ചതിൻ്റെ അതും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ന്യൂസ് അങ്ങോട്ട് ഇപ്പോൾ ജയറാമിൻ്റെ നൈസായിട്ടാണ് കാണാൻ. ഇനി ഒരു 3-4 ദിവസം അതങ്ങ് പോകും. ഇവിടെ വീണ്ടും ശബരിമല വിഷയം മുങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇന്ന് കേരളം കാത്തിരിക്കുന്ന ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിനാണ്. ഡോക്ടറിൻ്റെ റോയുടെ മരണവും കാര്യങ്ങളും ഒക്കെയാണ്. അതാണ് ഇവിടെ ചർച്ചാ വിഷയം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുപോലും ചെയ്യാതെ ഇന്ന് ഈ ഒരു വിഷയം ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എനിക്കിതൊരു ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം അയ്യപ്പൻ്റെ ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾ ആ വോയിസ് ഒക്കെ ഒന്ന് കേൾക്ക്. ജയറാം 3 മാസം മുമ്പ് പൂറ്റിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് കേട്ടിട്ട് പോവാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. എല്ലാവരുടെ അഭിപ്രായങ്ങൾ. ഇത് ജയറാമിൻ്റെയിലോട്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയായിട്ടുള്ള കുറേ നമ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം. ദൃശ്യങ്ങൾ പുറത്തു വന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. എന്താണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്? ഏഷ്യാനെറ്റിൽ ഇപ്പൊ എടുത്തായിരുന്നു കേട്ടോ. അവര് ചെന്നൈയിൽ നിന്ന് വിളിച്ചെടുത്താൽ കൂടി പറയാം. ഓക്കെ, ഇതെനിക്ക് തോന്നുന്ന ഒരു 4-5 വർഷമായി കാണും തോന്നുന്നു. ഇത് മദ്രാസില് പടത്തിൽ കാണിക്കുന്നത് ആ ഫാക്ടറിയുടെ ഫ്രണ്ട് റൂമാണ്. അവിടെ അമ്പത്തൂരിലുള്ള ഒരു ഫാക്ടറിയിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ അവിടെ നിന്ന് ഇത് കൊണ്ടുപോകുന്നതിന് മുമ്പ്, ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ണീഷം പോറ്റി ശബരിമല വെച്ച് ഞാൻ കാണാറുണ്ട്. എല്ലാ പ്രാവശ്യവും മകരവിളക്കിന് അദ്ദേഹം ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാസപ്പൂജയ്ക്ക് പോകുമ്പോഴും കാണാറുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു,
ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം മെഡ്രാസിൽ ഉണ്ടെങ്കിൽ 2019 2020 നടക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. 4-5 വർഷമായി കാണും. ആ കോവിഡിനൊക്കെ മുമ്പാന്ന് തോന്നുന്നു. കോവിഡിനൊക്കെ മുമ്പാണ്. എന്നിട്ട് അവിടെ ഒരു പൂജയുണ്ട്. അന്നത്തെ ദിവസം ഒന്ന് വന്നാൽ സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെ വീരമണി രാജുവിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. അദ്ദേഹം 2 പാട്ടൊക്കെ പാടി. ഞാനും അവിടെ നിന്നു പൂജയിലൊക്കെ പങ്കെടുത്തു. ഞാനും മറ്റേ ആരത്തിയൊക്കെ എടുത്ത് കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമില്ല അയ്യപ്പൻ അങ്ങടേക്ക് പോകുന്നൊരു സാധനം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ജീവിതത്തിൽ അയ്യപ്പനായിട്ട് തന്ന മഹാഭാഗ്യമായിട്ടാണ് വിചാരിച്ചത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിച്ചു. ഓക്കെ, ഒരു കള്ളത്തരം കാണിക്കാൻ വേണ്ടി ആയിരുന്നെങ്കിൽ ജയറാമിന് ഇതുപോലുള്ള ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. വല്ല വെട്ടിരോ തട്ടിരോ വല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ ജയറാം ഇങ്ങനെ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇതിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ ആൾക്കാർക്ക് ഒരു കോണ്ടന്റ് 2-3 ദിവസമായിട്ട് ഓടിക്കാൻ മാത്രം, അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം. പക്ഷേ യഥാർത്ഥ പ്രതികൾ എവിടെ പോകുന്നു ആ സമയം കൊണ്ട്? അതിവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ വേണ്ടി മാത്രം കുറേ എണ്ണം വന്ന് രംഗത്തിരിക്കും. ഓ അതങ്ങനെയാണോ, അതിങ്ങനെയാണോ, അത് മറ്റേതാണോ, കുറേ ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. ആലോചിച്ചത് അതായത് ഈ ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പടിയും നടയും തന്നെ ആയിരുന്നു അത്. അങ്ങനെയാണോ താങ്കൾ ഇപ്പോഴും കരുതുന്നത്? അതെ 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 അത് തന്നെയാണ്. അവിടെ ഉണ്ടാക്കി അവിടെ വെച്ചിരുന്നു. ശബരിമലയ്ക്ക് പോകുന്ന കാലഘട്ടം മറ്റേ പഴയത് വല്ലാതെ പൊട്ടിപ്പോവോ തുരുമ്പ് പിടിച്ചു പോകും എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുതിയത് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോ. അത് ഈ ഒരു സ്ഥലത്തേക്ക് അത് എത്തിച്ചു ഇങ്ങനെ താങ്കളോട് പറഞ്ഞിരുന്നു. ഒരു കാര്യം കൂടി, താങ്കളുടെ വീട്ടിലേക്കും അതേ തുടർന്ന് ഇത് എത്തിച്ചിരുന്നു? വീട്ടിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ മഹാഭാഗ്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയ്ക്ക് പോകുന്ന സ്ഥാനം എന്റെ പൂജാമുറിയിൽ വന്നിട്ടാണ് പോകുന്നത്. ഇത് ഇപ്പൊ കാണിക്കുന്ന അമ്പത്തൂരാണ് കേട്ടോ. അമ്പത്തൂർ ഒരു ഫാക്ടറിയുടെ ഫ്രണ്ട് റൂമാണ്. അവിടെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിരുന്നു. അല്ലേ, ഇതെന്താ അറിയാമോ മാം? പറഞ്ഞോളൂ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് ശ്രീ ജയറാം, പറഞ്ഞോളൂ. ഉണ്ണികൃഷ്ണൻ അദ്ദേഹം എന്ത് ഇതിനു മുമ്പ് നടവാതില് അതാരോ ചെയ്തു എന്ന് പറഞ്ഞ ആ സമയത്തും എന്നെ വിളിച്ചിരുന്നു. ചങ്ങനാശ്ശേരിക്ക് അടുത്തൊരു ക്ഷേത്രത്തിൽ അത് വെച്ച് ഒരു ദിവസം ഞാൻ അവിടെ പോയി അതിന്റെ പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇവിടുന്ന് മെഡ്രാസിന് പോകുമ്പോൾ അതിലും പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വാതിലിന്റെ എന്തോ ഒരു കുറ്റിയോ കൊളുത്തോ അതെന്തോ ഒരു സ്വർണ്ണത്തിൽ പൂശി അത് രണ്ടാമതും കൊണ്ടുവന്ന് അതും എല്ലാം എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കും. അപ്പൊ ഇതിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യം തന്നെയല്ലേ അത് തന്നെ. ഓക്കെ, അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്നൊരു സ്ഥാപനം, അതായത് ഇതിലെ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്ന സ്ഥാപനം, അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എഴുതിയിട്ടുള്ള അനുസരിച്ച് ദ കവചംസ് വെയർ കോൺസിക്രേറ്റഡ് അറ്റ് ദ ചെന്നൈ ഹോം ഓഫ് പത്മശ്രീ ആക്ടർ ശ്രീ ജയറാം താങ്കളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിലെ വസ്തുത? അല്ലല്ല, ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് അത് ഇപ്പൊ ഈ പൂജ കാണിച്ചത് അവരുടെ അവിടെ, അത് കഴിഞ്ഞിട്ട് നേരെ എന്റെ വീടിന്റെ പൂജാമുറിയിലും കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുപോയത്. ഓക്കെ, ഈ പറയുന്ന കട്ടളപ്പടി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും താങ്കളുടെ വീട്ടിലും കൊണ്ടുവന്നു? എല്ലാം ഇറക്കിയില്ല, എല്ലാം ഇറക്കി വെക്കാനുള്ളത് ഉണ്ടാവില്ല. അത് ചെറുതായിട്ടൊന്ന് കൊണ്ടുവന്ന് എന്റെ പൂജാമുറിയുടെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കർപ്പൂരം കാണിച്ച് വിളക്ക് കാണിച്ചിട്ട് അങ്ങനെ നേരെ കൊണ്ടുപോയി. പിന്നെ ശബരിമലയിലേക്കാണ് നേരിട്ട് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, അതിലെ ചില ഭാഗങ്ങൾ താങ്കളുടെ വീട്ടിലും കൊണ്ടുവന്നു? കൊണ്ടുവന്നു. പിന്നെ അവിടെ വെച്ച് പൂജ നടന്നു? ഒരു ചെറിയ രീതിയിൽ. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ആ കാലയളവിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഈ ഭാരവാഹിത്വത്തിലൊന്നും ഉള്ള ആളല്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അദ്ദേഹം ഈ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് താങ്കൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നു ആ ഘട്ടത്തിൽ? ഇല്ല കേട്ടോ, അങ്ങനെയില്ല. അത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടിയിട്ട് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്ത് ബാംഗ്ലൂരിലുള്ള കുറച്ച് വ്യവസായികളാണ് ചെയ്തതെന്ന് എടുത്തു പറഞ്ഞു. ജയറാം എന്ന വ്യക്തിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഭക്തി കൊണ്ടുള്ള സംസാരമാണ്. ഭക്തി കൂടുതലാണ് പുള്ളിക്ക്. അതുകൊണ്ടാണ് വീട്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്ത്. അത് എന്താ പറയാ, തന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടെ കാണിച്ചു കൂട്ടി ഓരോ തോന്നിവാസത്തിനെ എന്ത് ചെയ്യാനാ? ഇത്രയേ ഉള്ളൂ. അധികാരവും പണവും കയ്യിലുണ്ടെങ്കിൽ എന്ത് തോന്നിവാസം കാണിക്കാൻ ഇതുപോലെയുള്ള കുറേ സർക്കാരും കുറേ ആൾക്കാരും ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അമ്പലത്തിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായപ്പം അത് പരിഹരിക്കാനാണെന്നും പറഞ്ഞ് ചിമ്പിൻ്റെ ഓരോ വിഷയങ്ങളുണ്ടായ സമയത്ത് അത് റെഡിയാക്കാനാണെന്നും പറഞ്ഞ് കൊണ്ടുപോയി നാട് മൊത്തം കൊണ്ട് പൂജിച്ച് നടത്തി. ഇനി അവിടെ നിന്ന് ജയറാമിൻ്റെ നിന്നും എല്ലാം മേടിച്ചിട്ടുണ്ടോ എന്നൊന്നും ദൈവം തമ്പുരാൻ അറിയാൻ എന്തൊക്കെയാണെന്നൊക്കെ. പക്ഷെ അദ്ദേഹം ഒരു നിരപരാധിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇത് പിന്നെ ആൾക്കാരെ ഇങ്ങനെ ഇട്ട് വട്ടം കറപ്പിക്കാൻ വേണ്ടി മാത്രം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ സംസാരമുണ്ട്. ഒരു എങ്ങനെ പോയാലും ഒരു 10-12 മിനിറ്റിൻ്റെ ഒരു വോയിസാണ്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെച്ച് തരാം. അപ്പൊ കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ശുദ്ധമായിട്ടുള്ള ഇത് വേണ്ടേ. അപ്പൊ ഞാൻ പെട്ടെന്ന് അവിടെ ഈ ശങ്കരമഠം ഉണ്ട്, ശങ്കരാചാര്യ മഠം, അവിടെ നിന്ന് ഒരു 10 പേരെ പെട്ടെന്ന് ഞാൻ വിളിച്ചു. ഒരു നല്ല രുദ്രവും മന്ത്രവും ഒക്കെ ജപിക്കാൻ വേണ്ടിയിട്ട്. ഈ സാധനം അത്രയ്ക്ക് പുണ്യമായിട്ടുള്ളതല്ലേ. പെട്ടെന്ന് ഞാൻ വീരമണി രാജുവിനെ വിളിച്ചു. അദ്ദേഹവും വന്നു, അദ്ദേഹത്തിന്റെ മകനും വന്നു. അവർ 2 പാട്ടൊക്കെ പാടി ഇത് ചെയ്തു. ഒരു ഇതൊക്കെ ചെയ്തെല്ലാം കൂടി ഒരു
15 മണിക്കൂർ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയി അവിടെ. ഓക്കെ, ഇതിലെ ഒരു സമയം, ഇതിലൊരു കാലയളവ് താങ്കൾക്ക് ഒരു ഉദ്ദേശം പറയാൻ, ഇത് 2020 കോവിഡിന് മുൻപ് എന്ന് പറയുന്നത്, അപ്പോൾ 2019 ആയിരിക്കണം. 2019 ജൂലൈ ആണ് ഇത് കൊണ്ടുപോയിരിക്കുന്ന ഡേറ്റ്. ആ ദിവസങ്ങൾ തന്നെയാണോ ഇത് അവിടെയും എത്തിയിരിക്കുന്നത്? ആയിരിക്കാം. ഈ അവിടെ പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനായിട്ട് റിക്വസ്റ്റ് ചെയ്തത്. എന്താണ് റിക്വസ്റ്റ് ചെയ്തത്? എന്റെ വീട്ടിൽ പോകുന്ന വഴിക്കാണ് ഒന്ന് ഈ സാധനം ആ വഴി, പിന്നെന്താ തീർച്ചയായിട്ടും ഒരു ഭക്തന്റെ വീട്ടിലേക്കല്ലേ പറഞ്ഞിട്ട് ആ വഴി വന്നു. ഒരു മാരുതി ഒമിനി വാനായിരുന്നു, നല്ല ഓർമ്മയുണ്ട്. അതിൽ നിന്ന് എടുത്ത് ഞാൻ പറഞ്ഞു എല്ലാം എടുക്കണ്ട, അങ്ങനെ കവർന്ന് എടുക്കാതെ അവിടെ വെച്ച് ഒന്ന് പൂജിച്ച് അങ്ങനെ കൊണ്ടു. ഓക്കെ, അതിനോടനുബന്ധിച്ച് ഈ പണപ്പിരിവ്, അതാണിപ്പോൾ അന്വേഷണ പരിധിയിലുള്ളത്. അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നതായി താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? പണപ്പിരിവൊന്നുമില്ല. വന്ന് ജപിക്കാൻ വന്ന കുറച്ച് പേർക്ക് ഞാനൊരു ദക്ഷിണ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ജയറാമിൻ്റെ കേസില്ല, ജയറാമിൻ്റെ സംസാരമൊക്കെ കേട്ടാൽ ജയറാം ഒന്ന് ആക്കി പറയുവാണോ അല്ലേ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊരു വലിയൊരു കേസാക്കി എടുക്കേണ്ടവരായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ഇതുമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ചർച്ചയാക്കാം. ഈ റൂട്ട് യഥാർത്ഥ കള്ളന്മാരെ വേണമെങ്കിൽ ഒളിപ്പിക്കാൻ വേണ്ടി മാറ്റി പിടിക്കുന്ന ചില പരിപാടികളുണ്ടല്ലോ, അതായിട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്ത് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു മുതൽ. ഓക്കെ, ശബരിമല വിഷയത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. മീഡിയക്കാർ ഓരോ ട്രെൻഡിങ്ങിനനുസരിച്ച് അവരങ്ങ് പോകും. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരു തുടക്കമായിട്ട് കണ്ടാൽ മാത്രം മതി. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വേണം. ബൈ.